Hello everyone, this is Sajil and welcome to my YouTube channel Sajil's Tech Center. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് കവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പേജ് ഉണ്ടാവും, അതുമല്ലെങ്കിൽ ബിസിനസ് പേജ് ഉണ്ടാവും. സോ ഈ പേജസിലെല്ലാം പ്രൊഫഷണലി നിങ്ങൾക്ക് എങ്ങനെ ഒരു FB കവർ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അപ്പോൾ ഏകദേശം ഒരു 3 FB കവറിനെ കുറിച്ചുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ, അതായത് എങ്ങനെ ഒരു FB കവർ ക്രിയേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് പാർട്ടിൽ വരുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ടെംപ്ലേറ്റ്സ് ഞാൻ തരുന്നു, അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങൾക്ക് പ്രൊഫഷണലി അല്ലെങ്കിൽ പേഴ്സണലി യൂസ് ചെയ്യാൻ പറ്റും. അത് വളരെ പ്രൊഫഷണലായിട്ട് ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് ആയിരിക്കും, ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ തേർഡ് കാറ്റഗറിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ, അതായത് ഞാൻ തരുന്ന ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത FB കവേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ വിൽക്കാൻ സാധിക്കും, അതെങ്ങനെ നിങ്ങൾക്ക് ആ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും ഞാൻ മൂന്നാമത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വീഡിയോ, ഹൗ ടു ക്രിയേറ്റ് FB പേജ് പ്രൊഫഷണലി, അതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് FB കവറാണ്, അതായത് ഫേസ്ബുക്ക് കവർ. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ടെംപ്ലേറ്റ്സ് ആണ്, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പാണ്. സോ PSD ഫയൽസ് ആയിട്ടായിരിക്കും ഞാൻ ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ 3 ടെംപ്ലേറ്റ്സും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളൊരു ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയലിൽ വരിക, ഓപ്പൺ, എന്നിട്ട് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തെടുക്കുക, ഓക്കെ കൊടുക്കുക. സോ ഇതാണ് ഫസ്റ്റ് ടെംപ്ലേറ്റ്. ഇതിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഈ പേജ് നെയിം, ഹിയോ എന്ന് പറയുന്ന ഈ എല്ലാ ടെക്സ്റ്റും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയറിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് T എടുക്കുക, സെലക്ട് ചെയ്യുക, നമ്മളുടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പേജ് നെയിം ഹിയർ എന്ന് പറയുന്ന ടെക്സ്റ്റ്, അതിൽ സെലക്ട് ചെയ്യുക, ഈ T എടുത്തിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നമ്മളെ പേര് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെയാണ് മറ്റുള്ള ഈ താഴെ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം. ഓരോ സെക്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്, കോൺടാക്റ്റ് ആൻഡ് സോഷ്യൽ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ ഈ ഒരു ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം ഒരേ ലെയറായിട്ടാണ് കിടക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഇമേജ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി എല്ലാ ടെംപ്ലേറ്റ്സിലും IMG എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറിന് ഒരു ഡിസൈൻ വ്യത്യാസം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇതിൽ ഇമേജ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ IMG എന്ന് പറയുന്ന ഈ ഒരു ഫയലിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ഇടേണ്ട ഇമേജ് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഫയലിൽ ഓപ്പൺ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്മാർട്ട് ഒബ്ജക്റ്റിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ. ഈ ഒരു സെക്ഷനിലേക്കാണ് നിങ്ങളുടെ ഇമേജ് ഡ്രാഗ് ചെയ്തിടേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടിരിക്കുന്ന ഇമേജ് ജസ്റ്റ് എടുക്കുക, ഓക്കെ, എന്നിട്ട് മൂവ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഇവിടെ ഇപ്പോൾ ഇമേജ് വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ക്രീൻ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വരും, സേവ് ചേഞ്ചസ് ടു അഡോബ് ഫോട്ടോഷോപ്പ്, യെസ് കൊടുക്കുക, ദെൻ ഓക്കെ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചിവിടെ വരുമ്പോൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഇമേജ് ചെറുതായിട്ടാണ് തോന്നുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് Ctrl+T അടിച്ചിട്ട് റീസൈസ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക, വീണ്ടും ഇത് ക്ലോസ് ചെയ്തിട്ട് എസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഇമേജ് വന്നത്. ഈ ഇമേജ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡ്രാഗ് ചെയ്തെടുക്കാം. ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ സൈഡിലേക്ക് ഡിസൈൻ ഓൾറെഡി ഇതിനായിട്ട് ബ്ലെൻഡായി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് റീസൈസ് ചെയ്യാം. അതായത് ഇതിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് റീസൈസ് ചെയ്യാം നിങ്ങൾക്ക് ഇമേജ്.
വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. അത് നിങ്ങളവിടെ ചെയ്യുന്ന ഓരോ ചേഞ്ചസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതുപോലെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫേസ്ബുക്ക് കവർ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ടെംപ്ലേറ്റ് കൂടി അപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം. അതിനുവേണ്ടി ഓപ്പൺ, നോ. ഓക്കെ, ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻസും അതുപോലെ തന്നെ ഇമേജസും. ഇവിടെ IMG എന്ന് കൊടുത്തിരിക്കുന്ന ഇതാണ് സ്മാർട്ട് ഒബ്ജക്റ്റ്. ഇതിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഇമേജ് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഡ്രാഗ് ചെയ്തിടുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക, യെസ് കൊടുക്കുക, ഓക്കെ. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമേജ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇവിടെ റീസൈസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ മാറും. ഒന്നുകൂടി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് റീസൈസ് ചെയ്ത് കൊടുക്കാം. Ctrl+T, എൻ്റർ, എന്നിട്ട് ക്ലോസ് ചെയ്യുക, യെസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഇമേജ് ഒന്ന് വീണ്ടും റീസൈസ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് വേണമെങ്കിൽ റീസൈസ് ചെയ്യാം. അതിനുവേണ്ടി Ctrl+T അടിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് എല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, T എടുത്തിട്ട് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ടെംപ്ലേറ്റ്സും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു ടെംപ്ലേറ്റ് കൂടി നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റ് ത്രൂ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു $20 മിനിമം ഇതിന് കിട്ടാൻ സാധിക്കും. കാരണം അത്രയും പ്രൊഫഷണലി ക്രിയേറ്റഡ് ആയ ടെംപ്ലേറ്റ്സ് ആണ് ഇതെല്ലാം. ഇതും അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഇമേജസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് നിങ്ങൾ ഫേസ്ബുക്ക് പേജിന് വേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓരോ കോർപ്പറേറ്റ് ഇമേജസ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഈ സൈഡിലെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്മാർട്ട് ഒബ്ജക്ട്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്മാർട്ട് ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലൊരു ഇമേജിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൽ ആരോ ക്ലിക്ക് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഞാൻ നേരത്തെ എടുത്തിട്ടിരിക്കുന്ന ആ ഇമേജ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, ഒന്ന് റീസൈസ് ചെയ്യുക, Ctrl+T അടിച്ച്. എൻ്റർ അടിക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക, യെസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഇമേജ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ആ കൊടുക്കുന്ന ആ ഷേപ്പിനനുസരിച്ച് ആ ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് ഒബ്ജക്ട്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിനനുസരിച്ച് അതിലെന്തൊക്കെ എഫക്റ്റ് ഉണ്ടോ അതെല്ലാം നമ്മുടെ ഫോട്ടോയിലേക്ക് വരും. നെക്സ്റ്റ് ഒരു ഇമേജ് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഇമേജ് ഇടണമെങ്കിൽ സ്മാർട്ട് ഒബ്ജക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, സെയിം അതേ രീതിയിൽ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് നെയിം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് നെയിം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് T എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരണം ഫോണ്ട് മറ്റെല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സൈസും ഫോണ്ടെല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ടെക്സ്റ്റും തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയാണ് വളരെ സിമ്പിളായിട്ട് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് FB കവർ ഉണ്ടാക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ടെംപ്ലേറ്റ്സ് പ്രൊഫഷണലി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അതുപോലെ തന്നെ ഒരു തേർഡ് വീഡിയോ ഞാൻ ചെയ്യുകയാണ്. ഈ FB കവേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റ് ത്രൂ വിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അതെങ്ങനെ നിങ്ങൾക്ക് സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഏർണിങ്സ് അത് മുഖേന ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇനിയുള്ള എപ്പിസോഡ്സിൽ. സോ എല്ലാവർക്കും ഈ FB കവർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.